പ്രവാസി എന്നാൽ പണം കായ്ക്കുന്ന മരമെന്ന് ചിലരെങ്കിലും ധരിച്ചിട്ടുണ്ടാകും. ഉപജീവനം മാത്രമല്ല പ്രവാസം കൊണ്ട് സാധ്യമാവുക എന്ന് തെളിയിച്ചുകൊണ്ട് ബഹ്റൈനിലെ ഏതാനും മലയാളികളുടെ കൂട്ടായ്മയിൽ നിന്നും ആദ്യ സിനിമ ഒരുങ്ങുന്നു. മറ്റു തൊഴിലുകളിൽ മുഴുകുമ്പോഴും കലാഹൃദയവും പച്ചപ്പും മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതാനും പേർ ചേർന്നപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ആദ്യ സിനിമ പിറവിയെടുത്തു. നിലാവ്. നിലാവ് പോലെ നിറഞ്ഞു പരക്കുന്ന സിനിമയെക്കുറിച്ച് സംവിധായകൻ ശ്രീ അജിത് നായർ പറയുന്നത് കേൾക്കുക. ഒപ്പം നിലാവിൻ്റെ ചിത്രീകരണ ദൃശ്യങ്ങളും. നിലാവ് എൻ്റെ ആദ്യത്തെ ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. ഇതിനു മുമ്പ് ഞാൻ ധാരാളം ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററീസാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് നിസ്സംശയം പറയാം, ബഹ്റിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ചലച്ചിത്രം തന്നെയാണിത്. ഒരു വർഷത്തോളമായി ഇതിൻ്റെ ഹോംവർക്കിലായിരുന്നു ഞങ്ങൾ. ഒരു വലിയ പ്രൊഫഷണൽ ടീം തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. നായിക വേഷം ചെയ്യുന്നത് സുനിത നെടുങ്ങാടി എന്ന ഒരു ഗസൽ സിംഗറാണ്. നായകനായിട്ട് വേഷം ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായ ഹരിദാസാണ്. രണ്ടുപേരും വളരെ അനുയോജ്യമായ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. രണ്ടുപേരും അവരുടെ വേഷങ്ങൾ വളരെ മനോഹരമാക്കി തന്നെയാണ് മുന്നേറുന്നത്. കഥ ലീഡ് ചെയ്തു കൊണ്ടുപോകുന്നത് നായകനായ ഹരിദാസിൻ്റെ വഴികളിലൂടെ തന്നെയാണ്. അപ്പോൾ ഹരിദാസ് കാണുന്ന പ്രവാസ ജീവിതം തന്നെയാണ് കഥ. നാട്ടിലെ ജീവിതവും പ്രവാസ ജീവിതവും തമ്മിലുള്ള വ്യത്യാസവും കൂടെ നമ്മൾ ഇതിലൂടെ അനാവരണം ചെയ്യുകയാണ്. ഇതിൻ്റെ ക്യാമറമാനായിട്ട് നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ശ്രീ ഉണ്ണി, അദ്ദേഹം 6-7 വർഷത്തോളം സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ ഷെരീഫ് ഷാജി, അദ്ദേഹം ഇവിടെയും ദുബായിലുമായിട്ട് ഫിലിം പ്രൊഡക്ഷനിൽ തന്നെ അനുഭവ സമ്പത്തുള്ള. ബഹ്റിൽ നിന്നും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തിറങ്ങുന്ന ആദ്യത്തെ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം എന്ന ക്രെഡിറ്റ് നിലാവിന് തന്നെയായിരിക്കും. മാത്രമല്ല ഇതിലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ചിത്ര ചേച്ചിയാണ്. ഈ ഗാനങ്ങളൊക്കെ ഇതിനകം മിഡിൽ ഈസ്റ്റിലും കേരളത്തിലുമുള്ള എല്ലാ റേഡിയോ നിലയങ്ങളിലൂടെ ശ്രോതാക്കളുടെ ചെവിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ ഗാനം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാവർക്കും നോസ്റ്റാൾജിയ എന്ന് പറയുമ്പം നാട്ടിലുള്ള കാര്യങ്ങളാണ് ഓർമ്മ വരും. എന്നെ സംബന്ധിച്ച് എനിക്ക് നാട് പോലെ തന്നെയാണ് ഇവിടെ. കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തിയ ഒരു സ്ഥലമാണ്. പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഇവിടെയുള്ള എല്ലാ മുക്കും മൂലയും എനിക്ക് സുപരിചിതമാണ്. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഈ ബഹ്റിനിൽ നിന്ന് ചിത്രീകരിക്കുന്ന ഒരു സിനിമയായതുകൊണ്ട് ഇവിടുത്തെ ലാൻഡ്സ്കേപ്സ് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും ലാൻഡ്സ്കേപ്പുകളുടെ ഭംഗിയും ആളുകൾക്കുള്ള
ആളുകൾക്ക് പരിചയമായ സ്ഥലങ്ങൾ തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രികൾ വളരെ വൈകിട്ടാണെങ്കിലും ചിത്രം ഷൂട്ടിംഗ് നന്നായിട്ട് മുന്നേറുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ ബാക്കി സീനുകൾ കൂടെ ചിത്രീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.